നമുക്ക് ഇന്നത്തെ ഒരു മെയിൻ കോണ്ടന്റ് ലൈവില് മിസ്സായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ സംസാരിക്കാം. അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ലിവിംഗ് റൂമിൽ ഒരു മീറ്റിംഗ് വിളിച്ച് പുള്ളി അവിടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. LGBTQ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം അഭിഷേക് ജയദീപ് ടാർഗറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഒരാളാണ് അഭിഷേക് ജയദീപ് എന്നും പറയുന്നുണ്ട് നമ്മുടെ അഭിഷേക് ശ്രീകുമാര. ഇതില് അഭിഷേകിന് പേരൊന്നും എടുത്ത് പറയുന്നില്ല, അത് ആരാണ് എന്നൊന്നും പറയുന്നില്ല. ടാർഗറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് എന്നതിൽ നമുക്കും ഒരു ക്ലാരിറ്റി ഇല്ല. സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഹോമോസെക്ഷൽസിനെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ഞാൻ എതിർക്കില്ല എന്ന് പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ. അവരിൽ പലരും എന്റെ ഫ്രണ്ട്സ് ആണ് എന്നും അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട്. BB+ലാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ശ്രീകുമാർ ജയദീപിനെതിരെ ഉന്നയിക്കുന്നത്. നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു വിഷയത്തെ കുറിച്ച് അന്വേഷിച്ചൊരു ഫാക്ട് ചെക്ക് നടത്തിയിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതെല്ലാം, ഇൻക്ലൂഡിങ് പീഡോഫീലിയ. ഇതെല്ലാം അഭിഷേക് ശ്രീകുമാർ പറയുമ്പോൾ മറ്റേ പുള്ളി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അവൻ പറഞ്ഞു തീർക്കട്ടെ, അവന്റെ സ്ക്രിപ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ ഇത്രയും വലിയ അലിഗേഷൻസ് തനിക്ക് നേരെ വരുമ്പം ഒരാൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഡിഫൻസ് മെക്കാനിസം ഓൺ ആക്കും ആരായാലും. ഞാനാണെങ്കിൽ ഡിഫൻസ് മെക്കാനിസം ഓൺ ആക്കും, മാക്സിമം ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ ജയദീപ് ഒരു ഡിഫൻസ് ഒന്നും പറയാൻ നിന്നില്ല. അതാണ് എന്നില് സംശയം ഉണർത്തുന്നത്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരു ഫാക്ട് ചെക്ക് നടത്തുന്നതായിരിക്കും. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.